ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മൾ ട്യൂസ്ഡേയുടെ Q&A ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഒന്ന്, മോക്കുരു ഉണ്ടാക്കുന്ന സ്കാറുകളെ പറ്റിയിട്ട്. 2, നമ്മുടെ ഫേസിൽ നമ്മൾ ഐസ് വെച്ചിട്ട് റോൾ ചെയ്യത്തില്ലേ അതിനെ പറ്റിയിട്ട്. 3, നമ്മൾ സെറംസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. പക്ഷെ ആദ്യമായിട്ട് തന്നെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മോക്കുരു ഉണ്ടാക്കുന്ന പടകളെ പറ്റി. ഇത് ആക്ച്വലി ഏറ്റവും കൂടുതൽ ഗേൾസിനെക്കാളും ചോദിച്ചിട്ടുള്ള എന്നോട് ബോയ്സ് ആണ്. കാരണം ചേച്ചി എന്റെ മുഖത്ത് കുരു വന്ന പാടുകളുണ്ട്, അതായത് കുഴികളുണ്ട്, അതെങ്ങനെ മാറ്റുമെന്ന് ആദ്യമേ മനസ്സിലാക്കാൻ. നമുക്ക് മോക്കുരു കാരണം ഒരുപാട് ടൈപ്പ് പാടുകൾ നമ്മുടെ മുഖത്ത് വരും. പ്രധാനമായിട്ട് 4 ടൈപ്പാണ് വരുന്നത്. ഒന്നെന്ന് വെച്ചാൽ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി എർത്തിമ, അതായത് നമ്മുടെ മോക്കുരു കാരണം വരുന്ന ആ റെഡിഷ്നെസ്. രണ്ടെന്ന് വെച്ചാൽ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതായത് ആ ഒരു കറുത്ത പാടില്ലേ അത്. അട്രോപിക് സ്കാർ, അതായത് നമ്മുടെ മോക്കുരു പോയതിനു ശേഷം വരുന്ന ആ കുഴികളില്ലേ അത് കഴിഞ്ഞിട്ട് ഹൈപ്പർട്രോപ്പിക്, അതായത് നമ്മുടെ ആ ഒരു സ്കാർ പൊങ്ങിയിരിക്കും. അതിനെയാണ് നമ്മൾ മോക്കുരു വന്നിട്ട് അത് പോവാതിരുമ്പോൾ പൊങ്ങിയിരിക്കുന്ന ഒരു സാധനം, അതിനാണ് നമ്മൾ ഹൈപ്പർട്രോപ്പിക് സ്കാർസ് എന്ന് പറയുന്നത്. ഈ 4 കണ്ടീഷനാണ് മോക്കുരു കാരണം നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്നത്. ഇതിൽ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി എർത്തിമേ, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ നമുക്ക് സാധാരണ ട്രീറ്റ്മെന്റിലൂടെയൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വരുന്ന സാധനമാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് എർത്തിമ, നിങ്ങളുടെ കുരു പോകുമ്പോൾ അതിന്റെ കൂടെ ഈ റെഡിഷ്നെസ്സും മാറും. കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന അപ്പോഴത്തെ ആ ഒരു ഇറിറ്റേഷൻ കാരണമാണ് കൂടുതലായിട്ട് ആ റെഡിഷ്നെസ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് മോക്കുരു വരുന്നു എന്ന് നോക്കിയിട്ട് അത് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നോർമലി റെഡിഷ്നെസ് പോകും. പിന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നത് ഇങ്ങനെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് അവിടെ ഇരുന്നിട്ട് നമ്മൾ പ്രത്യേകിച്ചും സ്കിൻ ഓഫ് കളറിലുള്ള ആൾക്കാർക്ക് ആ ഒരു അത് ആ മാർക്ക് ലീവ് ചെയ്യുമ്പോൾ അവിടുത്തെ മെലാനിൻ പ്രൊഡക്ഷൻ കൂടുകയും അത് കാരണം നമുക്കൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. ഇത് നമുക്ക് സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിച്ചൊന്ന് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് ഒന്നും ചോദിക്കരുത്, എന്നാലും ഞാൻ പറഞ്ഞു തരും. അതായത് നമ്മുടെ കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ്, ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് കുറച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരുപാട് തവണ പറഞ്ഞാണ്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, ഞാൻ സ്കാറിങ്ങിലോട്ട് മാത്രമേ പോകുന്നുള്ളൂ. അടുത്തതാണ് എട്രോപിക് സ്കാറിങ്, ഹൈപ്പർടോപിക് സ്കാറിങ്. അല്ലാതെ എട്രോപ്പിക്കിൽ വരുന്നതാണ് 3 ടൈപ്പ് ആയിട്ടുള്ളത്: റോളിങ്, ഐസ് പിക്ക്, ബോക്സ് ടോപ്പ്. ഈ 3 ടൈപ്പ് സ്കാറിംഗ് ആണ് ഏറ്റവും കൂടുതൽ ടൈം മോക്കുരു കാരണം ആൾക്കാർക്ക് അഫക്ട് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ മോക്കുരു വന്നിട്ട് അത് പൊട്ടി, അല്ലെങ്കിൽ പൊട്ടിക്കുന്ന കാരണം അതല്ലെങ്കിൽ വലിയ നമ്മുടെ സിസ്റ്റിക് ടൈപ്പ് മോക്കുരു ഒക്കെ ആണെങ്കിൽ ഇത് നമ്മുടെ ഫേസിൽ ഒരു കുഴി ഉണ്ടാക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് സ്കാറിംഗ് എന്ന് പറയുന്നത്. ഇത് നോർമലി നമ്മളൊരു സിറമോ ക്രീമോ യൂസ് ചെയ്തു എന്നും പറഞ്ഞിട്ട് മാറത്തില്ല. ഇത് പ്രധാനമായിട്ട് മാറാനായിട്ട് ലേസർ ട്രീറ്റ്മെന്റുകൾ, മൈക്രോ നീഡിലിംഗ്, അല്ലെങ്കിൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ട്രീറ്റ്മെന്റ്, ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ടൈപ്പ് സ്കാറിങ് നമ്മുടെ ഫേസിൽ നിന്ന് മാറത്തുള്ളൂ. അപ്പൊ അത് ഫസ്റ്റ് മനസ്സിലാക്കാം. പിന്നെ നമുക്കിത് മാറാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. റെറ്റിനോള്, പെപ്റ്റൈഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിൽ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ നമ്മൾ ആന്റി ഏജിങ്ങിനായിട്ട് റെറ്റിനോൾ യൂസ് ചെയ്യുന്നതൊക്കെ. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ ഈ സ്കാറിങ് മാറ്റാൻ വേണ്ടി ഉള്ള അത്രത്തോളം കൊളാജൻ നമുക്ക് ഒരിക്കലും ഒരു റെറ്റിനോളോ പെപ്റ്റൈഡ്സോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറത്തില്ല. ഈവൻ നമ്മൾ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന ഫുഡ് കഴിച്ചാൽ പോലും അത്രയും എമൗണ്ട് ഓഫ് കൊളാജൻ നമ്മുടെ സ്കിന്നിൽ ഒരിക്കലും കിട്ടത്തില്ല. അതിന് നമുക്ക് വലിയ വലിയ ട്രീറ്റ്മെന്റ്സ് എടുക്കേണ്ടി വരും. അതായത് ലേസർ ട്രീറ്റ്മെന്റ്, അതല്ലെങ്കിൽ PRP, മൈക്രോ നീഡിലിംഗ്, അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ചിലപ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈപ്പ് സ്കാറിങ് മാറ്റാൻ പറ്റത്തുള്ളൂ. അതാണ് ഫാക്ട്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇല്ല ആ ക്രീം തേച്ചാൽ മാറും എന്ന് പറയുന്നുണ്ടല്ലോ, ക്രീം തേച്ചാൽ മാറും എന്ന് പറയണം. ഇല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതൊരു വലിയ കുഴിയാണ്. ഐ മീൻ ഒരിച്ചിരി ഡീപ്പ് ആയിട്ടുള്ളൊരു പിറ്റാണ്. ഈ പിറ്റ് അകത്തോട്ട് നമ്മൾ മാറ്റണമെങ്കിൽ നമുക്ക് അത്രയും സാധനം ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ടി വരും. നമ്മുടെ സ്കിന്നൊക്കെ ബോഡിയൊക്കെ ഉണ്ടാക്കുന്ന കൊളാജൻ വെച്ചിട്ടാണ്. അപ്പൊ അത്രയും കൊളാജൻ നമുക്ക് വേണം. ഇപ്പൊ നമ്മൾ റോഡിൽ തന്നെ ഒരു കുഴി വന്നാൽ നമ്മൾ ടാർ ഫില്ല് ചെയ്യണമെങ്കിൽ അത്ര എമൗണ്ട് ഓഫ് ടാർ വേണ്ടേ? കൊളാജനില് അപ്പൊ സ്കിന്നിലായാലും സെയിം തന്നെയാണ്. പക്ഷെ അതൊരിക്കലും നമുക്കൊരു ക്രീമോ സെറമോ ഒന്നും വെച്ചിട്ട് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അതാണ് സത്യം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് അത്രയും വലിയ ട്രീറ്റ്മെന്റ്സ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. സാധാരണക്കാരാണ്, ചിലപ്പോൾ അത്രയും വലിയ ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഇപ്പൊ എന്നെ കൊണ്ട് ഞാൻ അഫോർഡ് ചെയ്യാൻ പോണില്ല അത്രയും വലിയ ട്രീറ്റ്മെന്റ്. ഓക്കെ ഫൈൻ, അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ഞാനൊക്കെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ റെറ്റിനോളും മൾട്ടിപെപ്റ്റൈഡ്സ്, അതായത് പെപ്റ്റൈഡ്സ് ഒക്കെ യൂസ് ചെയ്ത് അതിന്റെ ഇന്റൻസിറ്റി ഒന്ന് കുറച്ചെടുക്കാൻ പറ്റും. കാരണം ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണല്ലോ നമുക്ക് നല്ല രീതിയിൽ എഫക്ട് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഈ റെറ്റിനോൾസ്, മൾട്ടിപെപ്റ്റൈഡ്സ് ഒക്കെ യൂസ് ചെയ്ത് അതിന് ഇന്റൻസിറ്റി ഒന്ന് കുറയ്ക്കുക. കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആവും ഞാൻ പറയത്തില്ല. പക്ഷെ പ്രത്യേകിച്ച് നമുക്ക് ഐസ് പിക്കിംഗ് സ്കാർസ് ഒക്കെ ആണെങ്കിൽ, കുഞ്ഞു കുഞ്ഞു സ്കാർസ് ഒക്കെ ആണെങ്കിൽ ഒരു നല്ല രീതിയിൽ നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കും. പക്ഷെ നല്ല ഡീപ്പ് ആയിട്ടുള്ള ബോക്സ് ടോപ്പ് അങ്ങനത്തെയൊക്കെ സ്കാർസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച്, റോളിംഗ് സ്കാർ ഒക്കെ ആണെങ്കിൽ കുറച്ച് അത്ര എഫക്ട് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്നാലും കുറച്ചൊരു ഒരു
10% 20% എഫക്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ. അപ്പൊ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെറ്റിനോൾസ് സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുക, പെപ്റ്റൈഡ്സ് സ്കിന്നിലോട്ട് ആഡ് ചെയ്യുക. അണ്ടർലൈൻ 24 ഏജിന് മുകളിലുള്ള ആൾക്കാർ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ കെമിക്കൽ പീലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ചേഞ്ചസ് വന്നു തുടങ്ങും. അപ്പം എങ്ങനെയാണ് റെറ്റിനോൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ റെറ്റിനോൾസ് ആണ് ഫോക്സ്റ്റെയിൽ, അതല്ലെങ്കിൽ നമ്മുടെ റിക്വലിൻ്റെത്, ഡീകൺസ്ട്രക്റ്റിൻ്റെതൊക്കെ നമുക്ക് ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ റെറ്റിനോൾസ് ആണ്. പക്ഷെ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾ 7 ദിവസവും രാവിലെയും വൈകിട്ടും ഒന്നും യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഫസ്റ്റ് നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം മാത്രം, ലൈക്ക് നമ്മൾ എപ്പോഴും റെറ്റിനോളും ആഴ്ചയിൽ 3 ദിവസം 4 ദിവസം യൂസ് ചെയ്താൽ മതി എന്നേ പറയുന്നുള്ളൂ. സോ ഇപ്പോഴും നിങ്ങൾ അത്ര തന്നെ യൂസ് ചെയ്താൽ മതി. പക്ഷെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യും ഒന്നെങ്കിൽ സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ് വേ. അതല്ലാന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് എന്താ പറയുക ഒരു 3 hours കഴിഞ്ഞിട്ട് കഴുകി കളയാം. ഞാൻ അതിനോട് പറയത്തില്ല, ഞാൻ എപ്പോഴും സാൻഡ്വിച്ച് മെത്തേഡാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഫസ്റ്റ് ഒരു മോയിസ്ചറൈസർ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ റെറ്റിനോൾ അതിന്റെ മുകളിൽ യൂസ് ചെയ്യാം. വീണ്ടും ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ റെറ്റിനോൾ കാരണം ഉണ്ടാവുന്ന പർജിങ് ഒഴിവാക്കാൻ പറ്റും. എന്താണ് പർജിങ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞില്ല, ഈ സാധനങ്ങളെല്ലാം കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണെന്ന്. അപ്പൊ കൊളാജിൻ വരുന്ന കാരണം നമ്മുടെ സെല്ലിന്റെ ടേൺ ഓവർ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അതപ്പോൾ ഒരുപാട് സെൽസ് പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അത് കാരണം ഓൾറെഡി നമ്മുടെ അണ്ടർലൈൻ ആയിട്ടിരിക്കുന്ന പിമ്പിൾസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് പുറത്തോട്ട് വന്നിട്ട് നമ്മുടെ സ്കിൻ ഒരു അഗ്ലിങ് സ്റ്റേജിലോട്ട് പോകും. അതിന് നമ്മൾ റെറ്റിനോൾ അഗ്ലിങ് എന്ന് പറയുന്നത്. അതാ നിങ്ങൾ യൂസ് ചെയ്തൊരു 2 to 3 വീക്സ് കഴിയുമ്പോൾ ഇത് കാണാൻ തുടങ്ങും. 4 to 6 വീക്സ് വരെ ചിലപ്പോൾ നിൽക്കുകയും ചെയ്യും. അതിന്റെ ഇന്റൻസിറ്റി ഒക്കെ ഒന്ന് കുറയ്ക്കാനും അല്ലെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാനുമാണ് നമ്മൾ ഈ സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്തിട്ട് റെറ്റിനോൾസ് യൂസ് ചെയ്യാൻ പറയുന്നത്. മാത്രമല്ല റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പം ഡ്രൈ സ്കിൻകാർക്കാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ചിലപ്പോൾ വീണ്ടും എക്സ്ട്രീംലി ഡ്രൈ ആയിട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ ഒരു ഹൈൽട്രോണിക് ആസിഡ് സിറം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഒന്നുകിൽ ആ ഡേയ്സിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ സ്കിന്നിൽ ഒരു ഹൈൽട്രോണിക് ആസിഡ് സിറം കൊടുക്കുന്നത് അതിന്റെ ആ ഒരു ഡ്രൈനെസ് കുറച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അഗ്ലിങ് മാറ്റിയിട്ട് സാൻഡ്വിച്ച് മെത്തേഡ് വഴി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായത്. ഞാൻ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് റെറ്റിനോൾ എപ്പോഴും നൈറ്റിലേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ ബ്രൈറ്റനിങ് പറഞ്ഞിട്ട് യൂസ് ചെയ്ത് ചില റാൻഡം സിറംസിൽ പോലും റെറ്റിനോൾസ് ഉണ്ട്. അപ്പം എന്റെ അടുത്ത് ഞാൻ കേട്ടിട്ടില്ലാത്ത ചില സിറപ്പ്, എല്ലാ സിറവും ഞാൻ അറിയണം എന്നില്ലല്ലോ, ചില മാർക്കറ്റിലുള്ള പല സിറംസ് ഞാൻ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ആ സിറങ്ങളെ പറ്റി ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ എടുക്കും, അതിന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റിലോട്ട് പോകുമ്പോഴായിരിക്കും അറിയുന്നത് അത് റെറ്റിനോൾ സിറം ആയിരിക്കും. ഒന്നുകിൽ അത് യൂസ് ചെയ്ത 24 ഏജിന് താഴെയുള്ള ആളായിരിക്കും എന്റെ അടുത്ത് ചോദിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ 2 ടൈം, രാവിലെയും വൈകിട്ടും ഒക്കെ യൂസ് ചെയ്യും, സൺസ്ക്രീൻ യൂസ് ചെയ്യത്തില്ല. അപ്പൊ ഉണ്ടാവുന്ന എന്തെന്ന് വെച്ചാൽ സൺ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല, റെറ്റിനോൾ സ്കിന്നിനെ ഫോട്ടോ സെൻസിറ്റീവ് ആക്കും. നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആവും. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ആ സിറം മാത്രമേ രാത്രി യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അത് കാരണം നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആവുകയും സ്കിൻ പീൽ ആവുകയും ചെയ്യും. പിന്നെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ ഭയങ്കര തിന്നായിട്ടൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ മൂക്കിന്റെ 2 ഭാഗം, ചുണ്ടിന്റെ 2 ഭാഗം, കണ്ണിന്റെ അടിയിലൊക്കെ ഇത് കാരണം സ്കിൻ പീൽ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തൊരു ഡൗട്ട് വരുന്നതെന്ന് വെച്ചാൽ റെറ്റിനോൾ സ്കിൻ തിന്നാകുന്നു. ഇല്ല, റെറ്റിനോൾ ഒരിക്കലും നമ്മുടെ സ്കിന്നിന് തിന്നാക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി തിന്നായിട്ടുള്ള റെറ്റിനോൾ ഉള്ള സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും ബെസ്റ്റ് വേ. സോ അതിന് പകരം നമുക്ക് പെപ്റ്റൈഡ്സിലോട്ട് പോകാം. പെപ്റ്റൈഡ്സും കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അതല്ലെങ്കിൽ ബക്കച്ച്വനും നമ്മുടെ സ്കിൻ കെയറിലുള്ള സാധനമാണ്. അപ്പം റെറ്റിനോളിന്റെ നാച്ചുറൽ ആൾട്ടർനേറ്റീവ് ആണ് നമ്മൾ ബക്കച്ച്വനായിട്ട് പറയുന്നത്. അപ്പൊ അതും നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ പെപ്റ്റൈഡും റെറ്റിനോളും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെസ്റ്റ് വേ ആണ് നിങ്ങളുടെ സ്കിൻ കെയർ. ഡബിൾ എഫക്റ്റ് ആണ് റെറ്റിനോളും പെപ്റ്റൈഡ്സും കൂടെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സ്കാറിങ്ങിന് ഇന്റൻസിറ്റി കുറച്ചെടുക്കാൻ പറ്റൂ. ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഇൻക്ലിനിക് ട്രീറ്റ്മെന്റ് എടുക്കാതെ ഇത് കംപ്ലീറ്റ്ലി മാറാൻ പോകുന്നില്ല. അപ്പൊ അത്രയും മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ കെമിക്കൽ പീലിലോട്ട് പോകും. കെമിക്കൽ പീലും ഒരു 24 ഏജിന് മുകളിലുള്ള ആൾക്കാർ 2 വീക്സിൽ 1 ടൈം ഒക്കെ ചെയ്യുന്നതാണ് ബെസ്റ്റ്. ഞാനൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ HA, അതായത് നമ്മുടെ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, മെന്റലിക് ആസിഡ്, അതൊക്കെ കുറച്ച് ഹയർ കോൺസെൻട്രേഷൻ നമുക്ക് ബോട്ടിലിൽ കിട്ടും. ഡെർമക്കോയിലുണ്ട്, മിനിമലിസ്റ്റിലുണ്ട്, ഓർഡിനറിയിലുണ്ട്, അങ്ങനെ പല ബ്രാൻഡുകളുടെയും പീലിംഗ് സൊല്യൂഷൻസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ലോ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഹയർ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു തവണയൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ ബിഗിനേഴ്സിന് വേണ്ടി ഡെർമക്കോയുടെ 15% ഉണ്ട്, അതാണ് ബെസ്റ്റ് വേ. നിങ്ങൾക്ക് ബിഗിനർ ആണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അല്ല നിങ്ങൾ പ്രഗ്നന്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ലാക്ടിക് ആസിഡ് ആണ്. പിന്നെ അടുത്ത ഡിസ്ക്ലെയിമർ, റെറ്റിനോൾ ഒരിക്കലും പ്രഗ്നന്റ് ലേഡീസ് യൂസ് ചെയ്യാൻ പാടില്ല. ലാക്ടേറ്റിംഗ് പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർ മാക്സിമം റെറ്റിനോൾ അവോയ്ഡ് ചെയ്യുക. ലാക്ടേഷൻ വീണ്ടും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ പ്രഗ്നന്റ് ലേഡീസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് റെറ്റിനോൾ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കെമിക്കൽ പീലിലോട്ട് പോകണമെങ്കിൽ വീക്ക്ലി വൺസ്, ഹയർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഇപ്പൊ 24 ഏജിനൊക്കെ മുകളിലാണെങ്കിൽ 2 ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഒക്കെ യൂസ് ചെയ്താൽ മതി. എങ്ങനെ യൂസ്
യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പുറത്ത് പോകുന്നില്ല, നിങ്ങൾ കംപ്ലീറ്റ്ലി വീട്ടിൽ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് കെമിക്കൽ പീൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം 10 to 15 മിനിറ്റ്സ് വയ്ക്കുക, എന്നിട്ട് വാഷ് ഔട്ട് ചെയ്യുക. നിങ്ങൾ ഏത് ബോട്ടിലാണോ യൂസ് ചെയ്യുന്നത് അതിനകത്ത് കറക്റ്റ് അവർ ടൈം ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട് ആയിരിക്കും, അത് വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പൊ എത്ര മിനിറ്റ് ആണോ വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യാം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സ്കിൻ ഒന്ന് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുക. മോയ്സ്ചറൈസർ, പിന്നെ നിങ്ങളുടെ എസെൻസ്, സെറം എന്തൊക്കെയാണോ നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം യൂസ് ചെയ്തിട്ട് സ്കിൻ മാക്സിമം ഒന്ന് ഇതാക്കി വെക്കുക, ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. അതേ ദിവസം സാലിസിലിക് ആസിഡ് സെറം, ഗ്ലൈക്കോളിക് ആസിഡ് സെറം, ലാക്ടിക് ആസിഡ് സെറം, റെറ്റിനോൾ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അടുത്തതെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്ത് പിറ്റേ ദിവസം മസ്റ്റ് ആയിട്ട് നിങ്ങൾ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യം മറക്കുകയേ ചെയ്യരുത്. അപ്പൊ ഇത്രയാണ് നമ്മൾ കെമിക്കൽ പീൽ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ബക്കോച്ചിൻ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കെമിക്കൽ പീലിന് വേണ്ടി ലാക്ടിക് ആസിഡ് പീൽസുകൾ യൂസ് ചെയ്യാം. ഇത് മൈൽഡും ആണ്, പ്രഗ്നൻസി സേഫും ആണ്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുവിധം ഞാൻ നമ്മുടെ ആ ഒരു സ്കാറിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ. കംപ്ലീറ്റ്ലി ചേഞ്ച് വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇൻക്ലിനിക് ട്രീറ്റ്മെന്റ് തന്നെ എടുക്കണം. രണ്ടാമത്തതാണ് ഫേസ് ഐസിങ്, അതായത് നമ്മൾ കേക്കിൽ ഐസിങ് ചെയ്യുന്നത്, നമ്മുടെ ഫേസിൽ ഐസിങ് ചെയ്യുക, അതായത് നമ്മൾ ഫേസിൽ ഐസ് കൊണ്ട് റബ്ബ് ചെയ്യുന്നത് നല്ലതാണോ എന്ന് വെച്ചാൽ ഇതിന് ബോത്ത് മെറിറ്റും ഉണ്ട് ഡിമെറിറ്റും ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ന്യൂട്രൽ ആയിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യത്തില്ല, കാരണം ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഫേസ് ഡ്രൈ ആയിട്ടും ഡൾ ആയിട്ടും തോന്നും. പക്ഷെ ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ സ്കിൻ ഇമ്പ്രൂവ്മെന്റും കൊടുക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും അത് അഴിക്കാന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ നല്ലതാണ് എന്നും പറയാൻ പറ്റാത്തൊരു സാധനമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫേസിലോട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഫേസിന് ഇത് ഉണ്ടാക്കുന്നത് എന്തെന്ന് വെച്ചാൽ വാസോ കൺസ്ട്രക്ഷൻ, അതായത് നമ്മൾ തണുപ്പ് സാധനം നമ്മുടെ ബ്ലഡിന്റെ വെസൽസിന് അടുത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡ് വെസലിനെ ചുരുക്കും, വാസോ കൺസ്ട്രക്ട് ചെയ്യും. അത് കാരണം നമ്മുടെ പോസിന്റെ അപ്പിയറൻസ് ഒന്ന് കുറയും, ടെമ്പററി ആയിട്ട് ടെമ്പററി ആയിട്ടൊന്ന് കുറയ്ക്കും. പിന്നെ നിങ്ങൾക്ക് ആക്നെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻഫ്ലമേഷൻ ആയിട്ടൊക്കെ ഇരിക്കുന്നതിന് ആ റെഡ്നെസ്സിനെയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഇത് നല്ലതാണ്. ഈവൻ ദോ ഡെയിലി യൂസ് ചെയ്യാതെ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം ഒക്കെ മാത്രമേ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേ. കണ്ടിന്യൂസ് ആയിട്ട് ഐസിങ് കൊടുക്കരുത് ഫേസിൽ, വീക്കിലി 2-3 തവണയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് സൈനസൈറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലപ്പോൾ സൂട്ട് ആവണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർ മാക്സിമം അവോയ്ഡ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു പോസിറ്റീവ് ഏരിയ ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ നെഗറ്റീവിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ചൂട് സാധനം നമ്മുടെ സ്കിന്നിലോട്ട് തൊടുമ്പോൾ നമുക്ക് പൊള്ളത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ തണുത്ത സാധനം നമ്മുടെ സ്കിന്നിലോട്ട് കൊടുക്കുമ്പോഴും പൊള്ളും. അതിനാണ് നമ്മൾ ഫ്രോസ് ബൈറ്റിംഗ് എന്ന് പറയുന്നത്. ഐസും നമുക്ക് ഫ്രോസ് ബൈറ്റിംഗ് ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ ഒരുപാട് നേരം ഫേസിൽ തണുത്ത ഐസ് കൊണ്ട് ഇങ്ങനെ ഐസ് ഇങ്ങനെ റബ്ബ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലൂ കളറൊക്കെ നിങ്ങളുടെ സ്കിന്നിൽ ലീവ് ചെയ്യും, അത് ഫ്രോസ് ബൈറ്റിംഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ, അതായത് നന്നായിട്ട് നമ്മളിപ്പോ രാവിലെ ആയിരിക്കും കൂടുതലും നമ്മൾ ഐസിങ് ചെയ്യുന്നത്. അപ്പൊ ഫേസ് ജസ്റ്റ് നന്നായിട്ട് വാട്ടർ സ്പ്ലാഷ് ചെയ്തതിന് ശേഷം വേണം ഐസിങ് ചെയ്യാനായിട്ട്. അതും ക്ലീൻ ക്ലോത്ത്, കോട്ടൺ ക്ലോത്ത് എടുത്ത് അതിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഫാൻസി സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് അണ്ടർ ഐ പഫ്നെസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഐസ് ക്യൂബ് യൂസ് ചെയ്യുന്നേക്കാളും ബെസ്റ്റ് വേ എന്ന് വെച്ചാൽ നമ്മുടെ 2 സ്പൂണില് സ്റ്റീൽ സ്പൂൺ ഫ്രിഡ്ജ് വെച്ചിട്ട് അത് രാവിലെ എടുത്ത് കണ്ണി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾ ഐസ് റോളേഴ്സ് മറ്റേ സാധനങ്ങളൊക്കെ മറ്റേ ഒരു ഗ്ലോബ് കണക്ക് ഐസ് ഗ്ലോബ് ഒക്കെ കണക്ക് അതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്പൂൺ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ബെനിഫിറ്റ് തന്നെ കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ബെനിഫിറ്റ് ആയിട്ട് നമ്മളിപ്പം ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ മാറ്റും, നമ്മുടെ പോസിന്റെ അപ്പിയറൻസ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ചെയ്യും, ഫ്ലോലെസ് ആക്കും, നമ്മുടെ റിങ്കിൾസ് മാറ്റും, ഗുഡ് ടെക്സ്ചേർഡ് സ്കിൻ കിട്ടും. ഇതൊന്നും ചെയ്യാൻ പോണില്ല. ടു ബി ഫ്രാങ്ക് ഇങ്ങനത്തെ ഒന്നും സംഭവം ഉണ്ടാകത്തില്ല. ഒരു ടെമ്പററി ആയിട്ട് ഇതെല്ലാം നമ്മൾ ആ സ്പോട്ടിൽ തരും. അപ്പൊ നിങ്ങളിത് ഡെയിലി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നും ഇത് പെർമനന്റ് ആയി കഴിഞ്ഞു എന്ന് തോന്നും. നിങ്ങൾ നിർത്തി നോക്കും, പിറ്റേ ദിവസം അത് മാറുകയും ചെയ്യും. മാത്രമല്ല നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ചിലപ്പോൾ എക്സ്ട്രീംലി ഡ്രൈ ആവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ ഡെയിലി ചെയ്യാതെ ആഴ്ചയിൽ 2-3 തവണ ചെയ്യുക. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ബിഗ് ഈവന്റ്സിനൊക്കെ മുന്നേ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഫംഗ്ഷനൊക്കെ പോണതിന് മുന്നേ നമുക്കൊന്ന് ഗെറ്റ് റെഡി ആവണമെങ്കിൽ അതിന് നല്ലതാണ്. ഫ്രഷ് ആയിട്ടിരിക്കാനൊക്കെ ഐസിങ് നല്ലതാണ്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഡയറക്റ്റ് ആയിട്ട് ഐസർ അപ്ലൈ ചെയ്യാൻ പോവരുത്. അതുപോലെ തന്നെ വീക്ക്ലി വല്ല ഈ പറയുന്ന ഒക്കേഷനുകളിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ വല്ലപ്പോഴും നമ്മുടെ സ്കിൻ സൈക്ലിംഗിൽ ഒരു സ്റ്റെപ്പായിട്ട് മോർണിംഗിൽ ഒരു സ്റ്റെപ്പായിട്ട് മാത്രം ഒന്ന് ആഡ് ചെയ്യുന്നതൊക്കെയാണ് നല്ലത്. ആക്നെ ഉള്ള ആൾക്കാർക്ക് ഐസിങ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു റെഡിഷ്നെസ്, അതായത് നമ്മൾ തണുപ്പ് കൊടുക്കുമ്പോൾ ആ ഒരു ഇൻഫ്ലമേഷൻ ഒരു കാം ആവാൻ പറ്റും. അതാണ്. അപ്പൊ നമ്മളിപ്പോ പൊള്ളി കഴിഞ്ഞാലൊക്കെ നമ്മൾ തണുപ്പ് വെക്കത്തില്ലേ, അതേ എഫക്റ്റ് തന്നെയാണ് ഈ ഒരു ആക്നെ സ്കാറിങ്ങിനൊക്കെ ഉണ്ടാവുന്നത്. മോക്കുരു അല്ലാണ്ട് ഈ ഐസിങ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മോക്കുരു പോവാൻ പോണില്ല. അപ്പം അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. നിങ്ങൾ അതിന്റെ ഇപ്പൊ മോക്കുരു ഉണ്ടെങ്കിൽ ഐസിങ്ങിന്റെ കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് നിങ്ങൾ അതിന് വേണ്ടിയുള്ള മെഡിക്കേഷനും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചേഞ്ച് നന്നായിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഐസിങ് നല്ലതാണോ എന്ന് വെച്ചാൽ ഒരു
വല്ലപ്പോഴും ചെയ്യാനാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ കംപ്ലീറ്റ്ലി അത് മാത്രം വെച്ച് നിങ്ങളൊരു കംപ്ലീറ്റ് പെർമനന്റ് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതിൻ്റെതായിട്ടുള്ള പിന്നെ അപ്പൊ ആ റിസൾട്ടിന്റെ പിന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ഞാനിപ്പോ എന്ത് സെറം പറഞ്ഞാൽ ചേച്ചി ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്താന്ന് വെച്ചില്ലേ, ഐസിങ് നാച്ചുറൽ ആണെങ്കിൽ ഇതാണ് സൈഡ് എഫക്ട്സ്. ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടാക്കും, സ്കിൻ ഡ്രൈ ആക്കും, സ്കിൻ ഡള്ളാക്കും, സാനിസൈറ്റീസ് ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തതാണ് പ്രത്യേകിച്ചും ഇപ്പൊ കുറെ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് നമ്മളിപ്പോ ഒരുപാട് തവണ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും എല്ലാവർക്കും എപ്പോഴും സംശയമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ചൂടുകാലം കഴിഞ്ഞ് തണുപ്പ് കാലം, ഐ മീൻ മൺസൂൺ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ടാനിങ്ങിനെയൊക്കെ പറ്റി ചിന്തിക്കും, ടാനിങ് എങ്ങനെ റിമൂവ് ചെയ്യണമെന്നൊക്കെ പറ്റി ആലോചിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഈ വരുന്നത്. സംഭവം എന്ന് വെച്ചാൽ ചേച്ചി ടാനിങ് മാറ്റാൻ ഏറ്റവും നല്ലത് ഇതാണ്. ഞാൻ ആൽഫാർബിറ്റിനോ കോജിക് ആസിഡോ ഒക്കെ യൂസ് ചെയ്യാന്ന് പറയും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്യാൻ പറ്റുമോ, നയാസിനമൈഡ് യൂസ് ചെയ്യാൻ പറ്റുമോ, ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. എപ്പോഴും മനസ്സിലാക്കുക, കോജിക് ആസിഡ് അല്ലെങ്കിൽ നമ്മുടെ ആൽഫാർബിറ്റിൻ ഇതൊക്കെ ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇതൊന്നും അത്ര സ്കേജ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല, സെറംസ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ നമുക്ക് ഏത് സെറം യൂസ് ചെയ്യും. നയാസിനമൈഡ് ആയിക്കോട്ടെ, വിറ്റാമിൻ സി ആയിക്കോട്ടെ, നിങ്ങൾ വിറ്റാമിൻ സി ആൽഫ ആർബിറ്റിനും കൂടെ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റ് ആവുകയും ചെയ്യും, നമ്മുടെ ടാനിങ് മാറുകയും ചെയ്യും. ഒരേ ടൈം 2 എഫക്റ്റ് എടുക്കും. അതുപോലെ തന്നെ ആൽഫ ആർബിറ്റിനും നയാസിനമൈഡ് യൂസ് ചെയ്താലും സെയിം എഫക്റ്റ് കിട്ടുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് അല്ല, ടാനിങ് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ കോജിക് ആസിഡും നയാസിനമൈഡും യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് മാറും, ടാനിങ് മാറ്റാനായിട്ട് പറ്റും. മെലാസ്മക്കാർക്കൊക്കെ നല്ലതാണ് നയാസിനമൈഡും കോജിക് ആസിഡും. ഡ്രൈ സ്കിൻകാർക്കും കോജിക് ആസിഡും മെലാസ്മയും നല്ലതാണ്. ആൽഫ ആർബിറ്റിനും നയാസിനമൈഡ് യൂസ് ചെയ്താലും നമുക്ക് ഒരു പരിധി വരെ പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ ഇതിലൊക്കെ നമ്മൾ ഒളിച്ചെടുക്കുന്ന ഒരാളാണ് ട്രാൻഎക്സാമിക് ആസിഡ്. മെലാസ്മ മാറ്റാൻ ഏറ്റവും ബെസ്റ്റ് കോജിക് ആസിഡിന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന സാധനമാണ് ട്രാൻഎക്സാമിക് ആസിഡ്. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മേ ബി ചിലപ്പോൾ ആൾക്കാർ ഫസ്റ്റ് ടൈം ആയിരിക്കും കേൾക്കുന്നത്. പക്ഷെ ബെസ്റ്റ് കോജിക് ആസിഡിനെ പോലെ തന്നെ നമ്മൾ എന്താ പറയുക പരസ്യം കൊടുക്കേണ്ട ഒരു സാധനമാണ് ട്രാൻഎക്സാമിക് ആസിഡ്. കോജിക് ആസിഡ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ, കോജിക് ആസിഡ് നമുക്ക് എപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും, കോജിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ്, ഇതൊക്കെ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മനസ്സിലാക്കുക, കോജിക് ആസിഡ് ബേസിക്കലി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബിഗിനർ ആണെങ്കിൽ രാത്രി മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് കോജിക് ആസിഡ് നിർത്തി എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ സ്കിൻ ഒരിക്കലും എന്താ പറയുന്ന ഒരു ഉണ്ടായിരുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ തിരിച്ചൊന്നും വരാൻ പോണില്ല. പക്ഷെ നിങ്ങൾ ആ കോജിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു ബ്രൈറ്റ്നസ് ഇല്ലേ, അത് ചിലപ്പോൾ ഒന്ന് പോകാൻ കാരണം ചാൻസ് ഉണ്ട്. കാര്യം ഈവൻ നമുക്കൊരു ഇതെത്തി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബ്രൈറ്റ്നസും പോകാൻ പറ്റത്തില്ല. കാരണം കോജിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്ത പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ സ്കിന്നോട്ട് സൈഡ് എഫക്ട്സ് ഒന്നും തരാൻ പോണില്ല. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ നിർത്തണമെന്ന് ചോദിച്ചാൽ എപ്പം നിങ്ങൾക്ക് ഡിസൈർ ആയിട്ടുള്ള എമൗണ്ട് റിസൾട്ട് കിട്ടും, അപ്പം നിങ്ങൾക്ക് കോജിക് ആസിഡ് നിർത്തുകയും ചെയ്യാം. പിന്നെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ കോജിക് ആസിഡ് യൂസ് ചെയ്താൽ സൺസ്ക്രീൻ കമ്പൽസറി ആണോ എന്നാണ്. അല്ല, കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സൺസ്ക്രീൻ കമ്പൽസറി അല്ല. കോജിക് ആസിഡ് യൂസ് ചെയ്താലും കോജിക് ആസിഡ് യൂസ് ചെയ്തില്ലെങ്കിലും സൺസ്ക്രീൻ നമുക്ക് കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഈ ഇടയ്ക്ക് ഞാനൊരു പോഡ്കാസ്റ്റ് ഒരു ഡോക്ടർ പറഞ്ഞിട്ട് കേട്ടതാണ്, നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് 2 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഓൾറെഡി ടാൻഡ് ആയിരിക്കും, പക്ഷെ പിന്നെ നമ്മുടെ സ്കിൻ നോർമലി എക്സ്ഫോളിയേറ്റ് ചെയ്തും പോകുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടാൻ ആവത്തില്ല. മാത്രമല്ല നമ്മൾ ഓൾറെഡി ടാൻഡ് ആയിട്ടുള്ള സ്കിൻ എക്സ്ഫോളിയേറ്റ് ആയിട്ടും കൂടെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ കളർ ചേഞ്ച് ചെയ്യും, ടൈം എടുക്കും, പക്ഷെ നമ്മുടെ നാച്ചുറൽ കളർ നല്ല രീതിയിൽ നമുക്ക് ഒരു സെറം ഒന്നും യൂസ് ചെയ്യാതെ തന്നെ തിരിച്ചു കൊണ്ടുവരാനും പറ്റും. ഞാൻ ലൈക്ക് ഇപ്പം ഈ വീഡിയോയുടെ എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ അത് കണ്ടത്. അപ്പൊ ഞാൻ പറയണമെന്ന് വിചാരിച്ചു, പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. മെയിൻ ആയിട്ട് 3 കാര്യങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചത്. അപ്പൊ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും ഞാൻ വരും. ട്യൂസ്ഡേ Q&A ഇതുപോലത്തെ Q&A ആയിട്ട് അടുത്ത ട്യൂസ്ഡേ വരുമ്പോൾ അന്ന് ഞാൻ പറയേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് ഇതിന്റെ കമന്റ് ബോക്സിൽ പറയോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. Till then, it's Lakshmi signing off.